എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോച്ച് അതുപോലെ കേരള കോച്ചൊക്കെ ബിനോ ജോർജ് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ ലീഗ് കഴിയുമ്പോൾ ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് കളിക്കുന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിലാണ് പോക്ക് എന്ന് തന്നെ പറയണം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെയും കടന്ന് ഈസ്റ്റ് ബംഗാൾ മുന്നിൽ കയറി. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊരു 3G അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന്. അതായത് തുടക്കത്തിൽ ഒരു മാച്ച്, അതായത് 7-8 മത്സരം, അതിലൊന്നും വിജയിക്കാത്തൊരു ടീമായിരുന്നു ഈസ്റ്റ് ബംഗാൾ. അവിടെയാണ് ഓസ്കാർ ബഫൺ എന്ന് പറയുന്നൊരു കോച്ചിനെ കൊണ്ടുവരികയും അവർ ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ എത്ര സ്ഥാനത്താണ് നോക്കുക, എന്തൊരവസ്ഥയാണ്. നിങ്ങൾ നമ്മുടെ പുറകിലുള്ള ടീമിനെ നോക്കുക, ഹൈദരാബാദ് FC. അവരുടെ ഈ ഒരു വർഷത്തെ കാര്യം നിങ്ങൾക്കറിയാം, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവരെങ്ങനെയോ തട്ടിക്കൂടി ടീമിനെ ഒരു ISL സീസൺ ഇറക്കി. പിന്നെ നിങ്ങൾ നോക്കുക, മുഹമ്മദൻസ് ഇപ്രാവശ്യം പ്രൊമോഷൻ കിട്ടി വന്ന ടീമാണ്. ആ ഒരു തരത്തിലുള്ള, അതായത് പ്രൊമോഷൻ കിട്ടി വന്ന എല്ലാ ടീമും ഏത് തരത്തിലുള്ള പെർഫോമൻസാണോ കാഴ്ചവെക്കുന്നത് ആ ഒരു പെർഫോമൻസാണ് അവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തെ ഒരു സ്ട്രഗിൾ അവർക്കും ഉണ്ട്. സോ എന്തായാലും അവരുടെ അവസ്ഥ നിങ്ങൾ നോക്കുക, ഭയങ്കര മോശമാണ്. സോ എന്തായാലും അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഭയങ്കര മോശം അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. ഇത് കുറ്റം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് മാനേജ്മെൻ്റ് എന്ന് പറയത്തില്ല. അത് മിക്കാൽ സ്റ്റാറയുടെ തന്നെ കുറ്റമാണ്. അദ്ദേഹം എനിക്ക് അത്ര നല്ല കോച്ചാണെന്ന് തോന്നുന്നില്ല. ഒരു നല്ല കോച്ചായിരുന്നു ഈ ഒരു ടീമിനെ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു ടീം തന്നെ ഇതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മിക്കാൽ സ്റ്റാർ ഒരു മഹാപാഠനായതുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ പെർഫോമൻസ് പോയത്. സോ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ